ഓക്കെ, നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മോർണിംഗ് കീർത്തന. ചാപ്റ്റർ 4 ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ്. നമ്മൾ ഇനി ഓരോ വരി വായിച്ച് ഓരോന്ന് പറഞ്ഞു പോകും. നമ്മൾ ഇനി അതിനെ കുറിച്ച് കാര്യങ്ങൾ കറക്റ്റ് പറയും. ടെക്സ്റ്റ് നമ്മൾ ഓരോന്നും കവർ ചെയ്യും. നിങ്ങൾക്ക് ടെക്സ്റ്റിനാ വരുള്ളൂ. ഇത് പതുക്കെ ഇങ്ങനെ നമ്മൾ അതിന്റെ ഇടയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ പോർഷൻസ് തീരണില്ല. ഓക്കെ, നിങ്ങൾ 6 മാസത്തെ കോഴ്സ് അല്ലേ, അപ്പൊ നമ്മുടെ പോർഷൻസ് തീരാത്തത് കൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും മാസത്തിനുള്ളിൽ ഇത്രയും ചാപ്റ്റർ തീർക്കണം എന്നുണ്ട്. നമ്മൾ പറയും, ഇമ്പോർട്ടന്റ് ആയിട്ടൊക്കെ പറയും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മളൊരു 10 മിനിറ്റ് നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ അപ്പൊ സംശയങ്ങൾ ചോദിച്ചാൽ മതി. അതിന്റെ ഇടയിൽ നിങ്ങൾ ചോദിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ലൈൻ ഇട്ട് വെക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്നിട്ട് സംശയം എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ 4 ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. എന്താ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ വർഗീകരണം, അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന്, ഹോസ്പിറ്റൽ തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. There are different types of hospital and each type has its own characteristics, strengths and limitations. എന്താ ഹോസ്പിറ്റലില് വിവിധ തരത്തിലുള്ള ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ട്. There are different types of hospital. പല ടൈപ്സ് ഉള്ള ഹോസ്പിറ്റൽ ഉണ്ട്. ആൻഡ് ഈച്ച് ടൈപ്പ് അവിടെ പല ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അതിനെന്താ അതിൻ്റെതായ സവിശേഷതകൾ ഉണ്ടാവും. അതിന്റെ സ്ട്രെങ്സ്, അതിന്റെ ലിമിറ്റേഷൻസ്, അതിന്റെ പരിധി, അതികൾക്കെല്ലാവരും എന്തായിരിക്കും പലതരത്തിലായിരിക്കും. എല്ലാവരും സെയിം ആയിരിക്കില്ല. ഓരോ സ്ഥലത്തും ഓരോ വ്യത്യാസപ്പെട്ടായിരിക്കും ഹോസ്പിറ്റൽ തിരിച്ചേക്കുന്നത്. അങ്ങനെ there are different types, പല തരത്തിലുണ്ട്. അതിന്റെ ഓൺ സ്വന്തമായിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലുണ്ടാവും, സ്ട്രെങ്സിലുണ്ടാവും, ലിമിറ്റേഷൻസിലുണ്ട്. പിന്നെന്താ owing to variation in types it is necessary to classify to understand its type. എന്താണ് പറഞ്ഞേ? നമ്മള് തരത്തിലെ വ്യത്യാസം നമ്മൾ പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ്, പലതരത്തിലുള്ള ഇതുണ്ടെന്ന്. അങ്ങനെ പലതരത്തിലുള്ള ആ വ്യത്യാസം കാരണം അതിന്റെ തരം മനസ്സിലാക്കാനാണ് നമ്മൾ ഇതിന്റെ ഈ ആവശ്യം പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഇറ്റ് ഈസ് നെസസറി. ഇതിന്റെ ആവശ്യം എന്താ? ഈ വേരിയേഷൻ ഇൻ ടൈപ്സ് എന്ന് പറഞ്ഞു. ആ വേരിയേഷൻ ഇൻ ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ആവശ്യങ്ങൾ, ഇറ്റ് ഈസ് നെസസറി ടു ക്ലാസിഫൈ അണ്ടർസ്റ്റാൻഡ്, ഇതിന്റെ എങ്ങനെയാണ് ഇത് തിരിച്ചിരിക്കണേ, എങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ തരം തിരിച്ചേക്കുന്നത്. ആ തരം തിരിച്ചേക്കുന്നത് നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ ക്ലാസിഫൈഡ് ഇൻ ഫോളോയിങ് ബേസിസ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തരം തിരിച്ചേക്കുന്നത് നോക്കാം. സൈസ്. ഫസ്റ്റ് എന്താ? സൈസ്, വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ. ഓരോന്നിന്റെ എങ്ങനെയാണ് വലിപ്പം ഹോസ്പിറ്റലിന്. ചിലപ്പോ ചെറിയ ഹോസ്പിറ്റൽ ആയിരിക്കും, ചിലപ്പോ ഒരു 10 ഫ്ലോർ അങ്ങനെ ആയിരിക്കും. അങ്ങനെ പല തരത്തിൽ പല സൈസിലായിരിക്കും ഹോസ്പിറ്റൽ തിരിച്ചേക്കണേ. പിന്നെ ലെവൽ ഓഫ് കെയർ. എന്താ? പരിചരണത്തിന്റെ ലെവൽ. എങ്ങനെയാണ് പരിചരിക്കുക, നമ്മൾ കെയർ കൊടുക്കണതിന്റെ നില എങ്ങനെയാണ്, ഏത് ലെവലിലാണ് നമ്മൾ കെയർ കൊടുക്കണേ. ചിലപ്പോ നല്ല നമ്മൾ പറയാം ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നന്നായിട്ട് ട്രീറ്റ്മെന്റ് ആണ്, അവിടെ നല്ല ഹോസ്പിറ്റലാണെന്ന് പറയും. ചില സ്ഥലത്ത് ഒട്ടും നല്ല രീതിയിലായിരിക്കില്ല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ല. പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിന്റെയും കൂടി ക്യാഷും എല്ലാം കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാ അല്ലെ. ചിലവര് മാത്രം എന്താ ജീവൻ എത്ര കാശാലും വേണ്ടില്ല, വീടൊക്കെ വിൽക്കേണ്ടി വന്നാലും നല്ല ഹോസ്പിറ്റലിൽ പോയി നോക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ലെവൽ ഓഫ് കെയർ നോക്കും. പിന്നെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. എന്താ? നമ്മൾ ആ ക്ലിനിക്കിൽ, നമ്മളെ പോണ ക്ലിനിക്കലിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ, എന്തെങ്കിലും സ്പെഷ്യലൈസ് ഉണ്ടോ, അങ്ങനെ നോക്കും നമ്മൾ. ഇപ്പൊ എല്ലാ ഡോക്ടർമാരും എല്ലാ ഹോസ്പിറ്റലിലും ഇരിക്കില്ല. ഇപ്പൊ ക്യാൻസറിന്റെ ഒക്കെ ഓങ്കോളജി ഡോക്ടറാണ് ഇരിക്കുക. അപ്പൊ ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവില്ല. അതിനൊക്കെ ചില ഹോസ്പിറ്റലായിരിക്കും. പക്ഷെ ചില സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ എല്ലാവരും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഉള്ള ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് നോക്കും. പിന്നെ നമ്മൾ ഓണർഷിപ്പ്, അതിന്റെ ഉടമസ്ഥാവകാശം, അതിന്റെ ഓണർഷിപ്പ് എങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, നമ്മൾ അത് നോക്കും. സിസ്റ്റം ഓഫ് മെഡിസിൻ. പിന്നെ മെഡിസിന്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് വെച്ചാൽ എന്താ? മരുന്ന് സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ അത് നോക്കും. ഇപ്പൊ ചിലവർക്കൊക്കെ മരുന്ന് APL BPL അങ്ങനെ കാർഡ് അനുസരിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ മരുന്ന് ഒരു 40% നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അല്ലെ. പുറത്തേക്ക് കുറച്ച് മാത്രമേ നമുക്ക് പുറത്തേക്ക് വേണ്ടി വരുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ആ മെഡിസിന്റെ സിസ്റ്റം, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും. ഇപ്പൊ RMP ഇൻഷുറൻസ് ചേർന്നവർക്ക് അങ്ങനത്തെ ഉള്ള ഇത് ചില ഹോസ്പിറ്റലിൽ ഉണ്ടാവും. നമ്മുടെ ആധാർ കാർഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പകുതി മരുന്നോളം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ചില ഹോസ്പിറ്റലൊക്കെ ഫുള്ള് മരുന്നും അവിടുന്ന് കിട്ടുന്ന ഫുൾ മരുന്നും
നമുക്ക് ഫ്രീ ആയിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കും. പിന്നെ ലെങ്ത് ഓഫ് സ്റ്റേ, എന്താ അവിടെ എങ്ങനെ താമസിക്കുന്നത്, അതിന്റെ സ്റ്റേ ചെയ്യണ കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി ഓരോന്നും നമ്മൾ നോക്കാം. അപ്പൊ സൈസ്, ഒന്നാമത്തെ സൈസ്, നമ്മൾ വലിപ്പത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. എന്താ സൈസ്? Size of a hospital is generally measured by the number of inpatient bed it offers. എന്താ പറഞ്ഞേ? സൈസിന്റെ ഇതിന്റെ വലിപ്പത്തില്, ഒരു ഹോസ്പിറ്റലിന്റെ വലിപ്പം എന്ന് പറയുന്നത് ജനറലി സാധാരണയായിട്ട് ടെക്സ്റ്റ് കോണ്ടാക്ട് നമ്മളെ ഇതൊന്ന് കഴിയട്ടെ കേട്ടാ. ഇതിന്റെ ഇടയിൽ മെസ്സേജ് വായിക്കുമ്പോ ഇതിന്റെ ആ ഒരു ഫ്ലോ പോയെന്ന്. ടെക്സ്റ്റിന്റെ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു തന്നില്ലേ? നിങ്ങൾക്ക് ടെക്സ്റ്റിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചോ. ഓക്കെ, ഇത് റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് ഒരുപാട് പേര് ക്ലാസ് കാണുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ച് മെസ്സേജ് ഒക്കെ വായിക്കുമ്പോൾ ലാഗ് ചെയ്ത് പോകും. കുഴപ്പമില്ല ഹന, ഞാൻ പറഞ്ഞെന്നുള്ളൂ. സോറി ഒന്നും വേണ്ട. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? സൈസ്, വലിപ്പത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ സാധാരണയായിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ വലിപ്പം, സൈസ് ഓഫ് ഹോസ്പിറ്റൽ ജനറലി എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ വലിപ്പം എങ്ങനെയാണ്? മെഷേർഡ് ബൈ ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്. ബെഡിന്റെ അനുസരിച്ചിട്ടാണ്. ഒരു പേഷ്യന്റിൽ ഇപ്പൊ ഒരു 50 ബെഡുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് ഒരുവിധം നല്ല ഹോസ്പിറ്റൽ ആയിരിക്കും. അന്ന് ഒരു 5 ബെഡുള്ള ഹോസ്പിറ്റൽ ആണെങ്കിലോ അതൊരു ചെറിയ ഹോസ്പിറ്റൽ ആയിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഉള്ള ബെഡിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാധാരണയായിട്ട് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതാണ് ഹോസ്പിറ്റലിന്റെ വലിപ്പം സാധാരണയായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണേ? ഇൻപേഷ്യന്റ് ബെഡ്, അവിടെ എത്ര പേഷ്യന്റ് അഡ്മിഷൻ ആയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കണേ. ഇൻപേഷ്യന്റ് ബെഡ് എന്ന് വെച്ചാൽ എന്താ? അവിടെ അഡ്മിഷൻ ആയ പേഷ്യന്റ്, അവിടെ അഡ്മിറ്റ് ആയി അവിടെ ട്രീറ്റ്മെന്റിന് കിടക്കുന്ന പേഷ്യന്റ്, അത് എത്ര, അതിന്റെ നമ്പർ അനുസരിച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഹോസ്പിറ്റലിന്റെ വലിപ്പം കണക്കാക്കുന്നത്. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടാം. സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഈസ് ജനറലി മെഷേർഡ് എങ്ങനെ? ബൈ ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്. അത് അണ്ടർലൈൻ ചെയ്തിടാം, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളത് അപ്പൊ തന്നെ പറയും, അപ്പൊ തന്നെ അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, പിന്നെന്താ? അങ്ങനെ ഇൻപേഷ്യന്റിന്റെ ബെഡിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാധാരണയായിട്ട് ഹോസ്പിറ്റലിന്റെ വലിപ്പം കണക്കാക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ദ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആൻഡ് ലാർജ് ഹോസ്പിറ്റൽ. നമ്മൾ സൈസ്, വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്, പല തരത്തിൽ തിരിച്ചിട്ടുണ്ട്. 3 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആൻഡ് ലാർജ് ഹോസ്പിറ്റൽ. ഏറ്റവും ചെറുത്, പിന്നെ അതിലും കൂടി കുറച്ചൊരു മീഡിയം ലെവലില്, പിന്നെ ഏറ്റവും വലുത് ലാർജ് ഹോസ്പിറ്റൽ. അങ്ങനെ 3ആയിട്ട് നമ്മൾ സൈസ്, വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽ നമ്മൾ തിരിച്ചിട്ടുണ്ട്. സ്മോൾ ഹോസ്പിറ്റൽ എന്താ നോക്കാം. എന്താ സ്മോൾ ഹോസ്പിറ്റൽ? ദ സ്മോൾ ഹോസ്പിറ്റൽ വിത്ത് അപ്രോക്സിമേറ്റ്ലി 13 or less beds are generally recognized as small hospital. എന്ന് വെച്ചാൽ എന്താ? ചെറിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഏകദേശം 30 അല്ലെങ്കിൽ അതിൽ താഴെ, ഏകദേശം കണക്കാ പറയണത്. ചെറിയ ഹോസ്പിറ്റലാണ് നമ്മൾ പറയണത്. അപ്പൊ നമ്മൾ സൈസിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലിനെ നമ്മൾ 3ആയിട്ട് തരം തിരിച്ചു. അപ്പൊ സ്മോൾ ഹോസ്പിറ്റല്, പിന്നെ മിഡ് സൈസ്, ഒരു മിഡ് ലെവലില്, ഒരു മീഡിയം ലെവലില്, പിന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റല്. അപ്പൊ നമ്മൾ അങ്ങനെ തരം തിരിച്ച് നമ്മൾ സ്മോൾ ഹോസ്പിറ്റലിന്റെ പ്രത്യേകതകളാ പറയണേ. ഇങ്ങനെ 30 അല്ലെങ്കിൽ അതിന് താഴെ കിടക്കകളുള്ള ഹോസ്പിറ്റലിനെ പൊതുവെ നമ്മൾ എന്ത് പറയും? അതിനെയാണ് നമ്മൾ പൊതുവെ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിടാം, അതിന്റെ കണക്കുകൾ അണ്ടർലൈൻ ചെയ്തിടാം. 30 അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ ലെസ് ബെഡ്സ്. അതിന് അപ്പൊ ദ ഹോസ്പിറ്റൽ വിത്ത് അപ്രോക്സിമേറ്റ്ലി, ഏകദേശം പറയണത്, കറക്റ്റ് അല്ല, ഏകദേശം 13 or less beds സാധാരണയായിട്ട് കാണുന്നതാണ് സ്മോൾ ഹോസ്പിറ്റൽ. ഓക്കെ, അത് അടയാളപ്പെടുത്തിയിടാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. സ്മോൾ ഹോസ്പിറ്റൽ ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ. Majority of the hospitals in India are small hospitals, especially in suburban and rural areas. എന്താ പറഞ്ഞത്? നമ്മുടെ ചെറിയ ഹോസ്പിറ്റലിന് ചെറിയ പരിമിതങ്ങളുണ്ട്, ലിമിറ്റഡ് ഉണ്ട്, ഇല്ലേ? ചെറിയ ഹോസ്പിറ്റലിന് വലിയ ഹോസ്പിറ്റലിനേക്കാളും വലിയ ഹോസ്പിറ്റലിനെ പോലെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവില്ല. അപ്പൊ അതിന് ചില പരിമിതികളുണ്ട്. അപ്പൊ ആ ഉയർന്ന പരിചരണം നൽകുന്നില്ല അവിടെ കെയർ കൊടുക്കുന്നുണ്ട്, പക്ഷെ നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ, അല്ലെ? അവിടെ ഇങ്ങനെ കെയർ കിട്ടും, പക്ഷെ ഉയർന്ന ഒരു കെയർ കിട്ടില്ല. നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ, അവിടെ ഉയർന്ന ഒരു പരിചരണം നൽകുന്നില്ല.
പക്ഷെ അവിടെ എന്താ, മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽ. പക്ഷെ ഇന്ത്യയിലെ ഭൂരിഭാഗം ഹോസ്പിറ്റലിലും ചെറിയ ഹോസ്പിറ്റലാണ് അല്ലെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ ഉള്ളത് എന്തായിരിക്കും? ഈ ചെറിയ ഹോസ്പിറ്റൽസ് ആ ഉള്ളത് അല്ലെ. അവിടേക്കാണ് രോഗികൾ, നമ്മൾ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്ന ഒരു അത്യാവശ്യത്തിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനെങ്കിലും നമ്മൾ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ പോകും. പിന്നെ അവിടെ ചെന്ന് ഒരു ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് സജസ്റ്റ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ അങ്ങനെ ഒരു പെട്ടെന്നൊക്കെ പോണത് ചെറിയ ഹോസ്പിറ്റലാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാ? മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽ. ഇതിൽ ഏറ്റവും കൂടുതൽ ചെറിയ ഹോസ്പിറ്റലാണ്. എസ്പെഷ്യലി പിന്നെന്താ പറഞ്ഞത്, അവിടെ ചെറിയ ഹോസ്പിറ്റലാണ്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു സബ് അർബൻ ആൻഡ് റൂറൽ ഏരിയ. ഈ സബ് അർബൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറഞ്ഞു സബ് അർബൻ എന്ന് പറയുന്നത് ചെറിയ ഹോസ്പിറ്റലിന്റെ ഉപനഗര ഗ്രാമപ്രദേശങ്ങളിൽ, സിറ്റി അല്ല ഗ്രാമപ്രദേശമാണ് സബ് അർബൻ ആൻഡ് റൂറൽ ഏരിയസ്. അർബൻ എന്ന് പറയുമ്പോഴാണ് സിറ്റി, അതിന്റെ ഒരു ചെറിയ സിറ്റിയും അല്ല എന്നാ ഗ്രാമവും അല്ല, അതിന്റെ ഇടയില്. പിന്നെ റൂറൽ ഏരിയാസ്, വില്ലേജ്, ഓക്കെ. പിന്നെ റൂറൽ ഏരിയാസ്, റൂറൽ ഏരിയ എന്ന് പറയുന്നത് ഈ ഗ്രാമപ്രദേശം. ഉപനഗരമാണ്, നഗരത്തിന്റെ അത്രയ്ക്കില്ലെങ്കിലും അതിന്റെ ഒരു ഇതിലായിട്ട് വരും, ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഏറ്റവും ഗ്രാമപ്രദേശത്തിലല്ല, ഓക്കെ. അപ്പൊ സബ് അർബൻ ആൻഡ് റൂറൽ ഏരിയാസിൽ പ്രത്യേകിച്ച് ഇങ്ങനെ എന്താ ഏറ്റവും കൂടുതൽ ഇതുണ്ട്. അപ്പൊ അതാ പറഞ്ഞത് സ്മോൾ ഹോസ്പിറ്റല് കൂടുതൽ നമ്മുടെ ഇന്ത്യയിലുണ്ട്. പക്ഷെ അവിടെ അധികം സംവിധാനങ്ങളില്ല. അവിടെ നോട്ട് ഓഫർ ഹൈലി നല്ല ഉയർന്ന ട്രീറ്റ്മെന്റ് ഒന്നും അവിടെ കിട്ടുന്നില്ല. ആ ഹോസ്പിറ്റലിന് ലിമിറ്റഡ് ഉണ്ട്, ഒരു പരിധി ഉണ്ട്, ഓക്കെ. പിന്നെന്താ പറഞ്ഞേ, it is common practice in small hospital to outsource various services such as laboratory, radiology and pharmacy. എന്താ ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ ചെറിയ ഹോസ്പിറ്റലില് ഏറ്റവും ചെറുതാണെന്ന് വിചാരിച്ച് അവിടെ ഒന്നുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ലാബറട്ടറി, റേഡിയോളജി, ഫാർമസി അങ്ങനെ തുടങ്ങിയ സേവനങ്ങൾ എവിടെയുണ്ട്? ഈ ചെറിയ ഹോസ്പിറ്റലിലുണ്ട്. ഫാർമസി ഒന്നും നമുക്ക് ചെറിയ ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ച് അവിടെ ഈ സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ചെറിയ ഹോസ്പിറ്റലിൽ പൊതുവെ എല്ലാ കോമൺ ചെറിയ ഹോസ്പിറ്റലിലും നമുക്ക് പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ആയിട്ട് വേരിയസ് സർവീസ്, അങ്ങനെയുള്ള സർവീസ് ഈ ലാബിന്റെ ആയാലും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയാലും, റേഡിയോളജി എന്ന് പറയുമ്പോൾ എക്സ്റേ, സ്കാനിങ് അങ്ങനെയൊക്കെ പെടും. പിന്നെ ഫാർമസി, നമുക്ക് എന്ത് മരുന്ന് അത്യാവശ്യത്തിനുള്ള ഒരുവിധം മരുന്നൊക്കെ നമുക്ക് ഈ ചെറിയ സ്മോൾ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. പിന്നെ എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ ആൻഡ് സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് ആർ യൂഷ്വലി വെരി ബേസിക് ലെവൽ ഇൻ സ്മോൾ ഹോസ്പിറ്റൽ. ചില നമ്മൾ പറഞ്ഞു റേഡിയോളജി ഉണ്ട്, ലാബറട്ടറി ഉണ്ട്, അതുപോലെ തന്നെ ഫാർമസി, അങ്ങനത്തെ സേവനങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടും, ഈ ചെറിയ ഹോസ്പിറ്റലിൽ ഉണ്ട്. പക്ഷെ അടിയന്തരമായ പരിചരണം, എമർജൻസി കെയറിങ്ങും തീവ്ര പരിചരണം, ശസ്ത്രക്രിയ പരിചരണം എന്നിവ സാധാരണയായിട്ട് ഒരു ചെറു ആശുപത്രിയിൽ ഉണ്ടാവണത് എങ്ങനെ? വളരെ അപൂർവമായിട്ടായിരിക്കും. എപ്പോഴും ഉണ്ടാവണം എന്ന് പറയാൻ പറ്റില്ല. വെരി ബേസിക് ലെവല്, അത് സാധാരണ ലെവലില് ചിലപ്പോ ഉണ്ടാവാൻ പറ്റില്ല. ചില ചില സ്ഥലത്ത് ഉണ്ടാവും, പക്ഷെ എല്ലാവർക്കും അത് കാണണമെന്നില്ല, ഓക്കെ. അതാ പറഞ്ഞ എമർജൻസി കാഷ്വാലിറ്റി എല്ലാവർക്കും ഉണ്ടാവും, അതുപോലെ തന്നെ ഇന്റൻസീവ് ഐസിയു ഉണ്ടാവും, സർജിക്കൽ കെയർ. പക്ഷെ ഈ ഫെസിലിറ്റീസ് ഇവിടെ ഇത് ഉണ്ടാവും, പക്ഷെ അവിടെ ഉള്ള ഫെസിലിറ്റീസ് യൂഷ്വലി സാധാരണയായിട്ട് വെരി ബേസിക് ലെവൽ ഇൻ സ്മോൾ ഹോസ്പിറ്റൽ, സാധാരണ അടിസ്ഥാനത്തിലായിരിക്കും, സാധാരണ ലെവലിലായിരിക്കും. അതിനുള്ള കൂടുതൽ ഇപ്പൊ ഒരു കാഷ്വാലിറ്റി നമ്മൾ ഫസ്റ്റ് വന്നു ഒരു ചെറിയ ട്രീറ്റ്മെന്റിനൊക്കെ ഒരു കാഷ്വാലിറ്റി ഉപയോഗിക്കാം. എമർജൻസി കെയർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഏതാ? കാഷ്വാലിറ്റിനാണ് അല്ലെ. ഏതൊരു പേഷ്യൻസിനും അത്യാവശ്യം എന്തൊരു എമർജൻസി കേസ് വന്നാലും നമ്മൾ ഫസ്റ്റ് കൊണ്ടുപോകുന്നത് എവിടെയൊക്കെയാ? ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ കാഷ്വാലിറ്റിയിലെ കൊണ്ടുപോകുള്ളൂ, നമ്മൾ ഒപ്പിലോട്ടൊന്നും കൊണ്ടുപോകില്ല. അപ്പൊ ഒരു എമർജൻസി കെയർ എന്ന് പറയുന്നത് കാഷ്വാലിറ്റി ആയിരിക്കും. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ OP-കൾ ഉണ്ടാവുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടാവുന്നത് ഏതായിരിക്കും? കാഷ്വാലിറ്റി ആയിരിക്കും. അപ്പൊ ആ ഹോസ്പിറ്റലിൽ ഒരു കാഷ്വാലിറ്റി ഉണ്ടാവും. പക്ഷെ ആ കാഷ്വാലിറ്റിയിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. ഫെസിലിറ്റീസ് എന്താ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് ഒരു ചെറിയ ഹോസ്പിറ്റൽ അല്ലേ, അപ്പൊ അതിലൊന്നുങ്ങളുടെ കാര്യങ്ങൾക്ക് അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്റൻസീവ് കെയർ, ICU എല്ലാ ഹോസ്പിറ്റലും, ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരു ICU ഉണ്ടാവും. പക്ഷെ ICUലും ഒരു പരിമിതി ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ അവിടെ. അതുപോലെ സർജിക്കൽ കെയർ, എന്തെങ്കിലും അത്യാവശ്യത്തിന് ഒരു ചെറിയ ഒരു മൈനർ ഓപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത് ചിലപ്പോൾ സാധാരണ ഒരു പ്രസവമൊക്കെ ആണെങ്കിലും ആ ഹോസ്പിറ്റലിൽ നടക്കും. അതേ മേലെ യൂഷ്വലി വെരി ബേസിക് ലെവല്, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഉണ്ടാവും. സാധാരണ ഹോസ്പിറ്റലായ
ആ സ്മോൾ ഹോസ്പിറ്റൽ ഉണ്ടാവും. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അടുത്ത ഹോസ്പിറ്റലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതാണ് സ്മോൾ ഹോസ്പിറ്റൽ പറയണത്. സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സാധാരണയായിട്ട് 30 അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ഒരു ബെഡ് ഉള്ള ഹോസ്പിറ്റലാണ്. അവിടുത്തെ ട്രീറ്റ്മെന്റിന് ഒരു ലിമിറ്റഡ് ഉണ്ട്. അവിടെ നല്ല ഉയർന്ന ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടില്ലെങ്കിലും ഒരു അത്യാവശ്യമായ ട്രീറ്റ്മെന്റ് കിട്ടും. പക്ഷെ എന്നാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ സ്മോൾ ഹോസ്പിറ്റലാണ്. മെജോറിറ്റി ഹോസ്പിറ്റൽ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഈ സ്മോൾ ഹോസ്പിറ്റലാണ്. പിന്നെ അവിടെ സബർബൻ ആൻഡ് റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളിലും പിന്നെ സബർബൻ, ഉപനഗര എന്ന് പറയുമ്പോൾ അതിന്റെ നഗരത്തിന്റെ എത്തിയിട്ടില്ല, അതിന്റെ ആ ഒരു ഇടയിൽ ഉപനഗര ഏരിയയിലാണ് ഇത് സ്പെഷ്യൽ ആയിട്ടും ഇങ്ങനത്തെ ഹോസ്പിറ്റലൊക്കെ ഉള്ളത്. പിന്നെ ഇതിൽ കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സ്മോൾ ഹോസ്പിറ്റലിൽ പുറത്തുനിന്ന് വരുന്ന ട്രീറ്റ്മെന്റുകൾ, പിന്നെ ലാബ് ഉണ്ടാവും, റേഡിയോളജി ഉണ്ടാവും, ഫാർമസി ഉണ്ടാവും. പിന്നെ എമർജൻസി കെയറും ICUവും ഇന്റൻസീവ് കെയർ പോലത്തുള്ള സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടെങ്കിലും യൂഷ്വലി വെരി ബേസിക് ലെവൽ, അതൊക്കെ ബേസിക് ലെവലിലായിരിക്കും. അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് അണ്ടർലൈൻ ചെയ്യാം. 30 ബെഡിന്റെ അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അവിടുത്തെ ട്രീറ്റ്മെന്റ് ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ ഡു നോട്ട് ഓഫർ ഹൈലി, നല്ല ട്രീറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ, മെജോറിറ്റി ഹോസ്പിറ്റൽ ഉള്ളത് സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. അത് അണ്ടർലൈൻ ചെയ്യാം, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അത് ഏത് ഏരിയയിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? എസ്പെഷ്യലി എന്ന് പറയുന്നത് സ്പെഷ്യലൈസ് ചെയ്യുന്ന എവിടെ? സബർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും. സബർബൻ ഏരിയ അതും രണ്ടും അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അതിലുള്ള കാര്യങ്ങൾ ലാബോറട്ടറി, റേഡിയോളജി, ഫാർമസി, അത് 3ഉം അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അതിൽ ചെയ്യുന്ന എമർജൻസി കെയർ അത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എല്ലാ കെയറും ഉണ്ട്. ICU, ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററും ഈ പറയുന്ന കാഷ്വാലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ അവിടുത്തെ ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? സാധാരണ ലെവലില് ഒരു ബേസിക് ലെവലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കുള്ളൂ. അത്രയുള്ള ഫെസിലിറ്റി അവിടെ ഉള്ളൂ. അത് ചെറിയ ഹോസ്പിറ്റൽ അല്ലേ? ഓക്കെ, ഇത്രയാണ് സ്മോൾ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയണത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്. കുഴപ്പമില്ലല്ല, സ്മോൾ ഹോസ്പിറ്റൽ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇല്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കറപ്പിച്ച് വെച്ചോ. നമുക്ക് ലാസ്റ്റ് 10 മിനിറ്റ് തരാം. നെക്സ്റ്റ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ എന്താ? ഇടത്തരം ഹോസ്പിറ്റല്. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഇടത്തരം ഹോസ്പിറ്റല്. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ typically having 30 to 100 beds are also very popular in India. നമ്മൾ പറഞ്ഞു 30 അല്ലെങ്കിൽ അതിന് താഴെയാണെങ്കിൽ സ്മോൾ ഹോസ്പിറ്റൽ. ഇവിടെ പറയണത് എന്താ? 30 അതിൽ കൂടുതൽ 100 ബെഡ് വരെ ആവാം. 30 തുടങ്ങി 100 ബെഡ് വരെയുള്ള ഹോസ്പിറ്റലാണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്തിടാം. 30, 100 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിടാം. അപ്പൊ അവിടെ 30 മുതൽ 100 വരെയുള്ള ബെഡുകളുള്ള ഇത്തരം ആശുപത്രികൾ എന്താ ഇന്ത്യയിലുണ്ട്. വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആണ്. They have more resources than small hospitals and are better equipment to provide complex services. എന്ന് വെച്ചാല് സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ അവിടെ എന്തുണ്ട്? ഉണ്ട്. സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കൂടുതലുള്ള ഫെസിലിറ്റീസ് നമ്മുടെ ഈ മിഡ് സൈസ് ഹോസ്പിറ്റൽ ഉണ്ട്. സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കുറച്ച് വലിയ ഹോസ്പിറ്റലാണ് മിഡ് സൈസ്ഡ്. അപ്പൊ കുറച്ചും കൂടി അത്രയായ ഇപ്പൊ 100 ബെഡുകൾ ഉണ്ട്. ആ 100 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അത്യാവശ്യം ഒരു നല്ല ഒരു ഫെസിലിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ചെറിയ ഹോസ്പിറ്റലിൽ കൂടുതലുള്ള കാര്യങ്ങൾ, ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടെ അത്യാവശ്യമുള്ള ഒരു ഇതൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ? However, they are not so comprehensive as large hospitals. എന്താ ഇങ്ങനെ എന്തെങ്കിലും അവർക്ക് എന്താ പറഞ്ഞേ? അവിടെ ഇങ്ങനെയൊക്കെ വലിയ ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ചെറിയ ഹോസ്പിറ്റലിൽ കൂടുതൽ ഉണ്ടെങ്കിലും അവിടെ സങ്കീർണമായ സേവനങ്ങൾ ഏറ്റവും അത്യാവശ്യ ഘട്ടങ്ങളിൽ വരുന്ന ആ ഒരു സേവനങ്ങൾ ലാർജ് അങ്ങനെ കൊടുക്കണമെങ്കിൽ അവർക്ക് എവിടെ പോകണം? ലാർജ് ഹോസ്പിറ്റലിൽ പോകണം. അതാണ് ഇവിടെ പറഞ്ഞത്. There are not comprehensive. അവിടത്തെ അത്രയും ഇത് കൊടുക്കാൻ പറ്റും. ഒരു നല്ല സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും ഒരു ബെറ്റർ ആയ ട്രീറ്റ്മെന്റ് മിഡ് സൈസിൽ കൊടുക്കാം. പക്ഷേ ലാർജ് ഹോസ്പിറ്റലിന്റെ അത്രയും ഫെസിലിറ്റി അവിടെ ഇല്ല. അതാ പറഞ്ഞത്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു സങ്കീർണമായ എന്തെങ്കിലും ഒരു സേവനങ്ങൾ ആവശ്യമായി വന്നാൽ അവർക്ക് അപ്പൊ അത് നൽകാനായിട്ട് പറ്റില്ല. അത് ലാർജ് ഹോസ്പിറ്റലിൽ തന്നെ പോണം. അതാണ് അവിടെ പറഞ്ഞത്. പിന്നെന്താ? They generally offer
reasonable level of emergency and intensive care and will have most of the clinical support service such as diagnostics as in the in-house service. എന്താ പറഞ്ഞേ? വലിയ ഹോസ്പിറ്റലിനെ പോലെ അവ അത്ര അങ്ങനെ ഒരു ഇതല്ല എന്ന് നമ്മൾ പറഞ്ഞു. നോട്ട് കോംപ്രഹെൻസീവ് ആസ് ലാർജ് ഹോസ്പിറ്റൽ. വലിയ ഹോസ്പിറ്റലിനെ പോലെ അവിടെ അത്ര വലിയ ട്രീറ്റ്മെന്റ് ഒന്നും അല്ല. എന്നാലും നമുക്ക് ആ സാധാരണമായി ജനറലി എന്നാലും അവിടെ എന്തുണ്ട്? സാധാരണ ലെവലില് അവിടെ പൊതുവെ ഇങ്ങനെ ന്യായമായ ഒരു സാധാരണമായ ലെവലില് റീസണബിൾ ലെവലില് നമുക്കൊരു അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ നമ്മുടെ ജീവൻ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഉള്ള ആ ഒരു സേവനം. അപ്പൊ അവിടെ ന്യായമായ തരത്തിലുള്ള ഒരു അടിയന്തര നല്ലൊരു പരിചരണവും തീവ്ര പരിചരണവും നമുക്ക് എവിടെ കിട്ടും? ഈ മിഡ് സൈസിൽ കിട്ടും. അതാ പറഞ്ഞേ, എമർജൻസി ആൻഡ് ഇന്റൻസീവ് കെയർ ആൻഡ് വിൽ ഹാവ് മോസ്റ്റ് ക്ലിനിക്കൽ സപ്പോർട്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി ബെറ്റർ ആയത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ല സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും വലുതാണെന്ന്. അപ്പൊ നമുക്ക് ഊഹിക്കാം കുറച്ചും കൂടി ഫെസിലിറ്റീസ് കൂടുതലുണ്ടാവും, കുറച്ചും കൂടി മെഡിസിൻസ് കൂടുതലുണ്ടാവും, കുറച്ചും കൂടി ഡോക്ടേഴ്സ് കൂടുതലുണ്ടാവും. ഈ 100 ബെഡിലുള്ള പേഷ്യന്റ് അവിടെ കിടക്കണമെങ്കിൽ അതനുസരിച്ച് അത്രയും ഡോക്ടേഴ്സ് ഉണ്ടാവണം, അത്രയും സ്റ്റാഫ് ഉണ്ടായിരിക്കണം. അപ്പൊ അത്രയും നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് അവിടെ കിട്ടും. അതാണ് അവിടെ പറഞ്ഞത്. പിന്നെന്താ? നോൺ ക്ലിനിക്കൽ സർവീസ് സച്ച് ആസ് ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ്, പിന്നെ യൂഷ്വലി ഔട്ട്സൈഡ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ കിട്ടും. ഭക്ഷണ സേവനങ്ങള്, പിന്നെ അലക്കാനായിട്ട് നമുക്ക് ലോണ്ടറി. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും അത് ഉണ്ടാവണമെന്നില്ല. ചില ചെറിയ ഇപ്പൊ സ്മോൾ ഹോസ്പിറ്റലിൽ നമുക്ക് അലക്കണമെങ്കിൽ അതിക്ക് എന്ത് വേണം? അവിടെ തന്നെ പോയി എവിടെയെങ്കിലും ഉള്ളിലൊക്കെ പോയി അവിടെ. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ലോണ്ടറി ഉണ്ടാവും. കോൺട്രാക്ട് ആണോ മാം? അതെനിക്ക് എന്താന്ന് അറിയില്ലല്ലോ. എന്താ കോൺട്രാക്ട് ഉദ്ദേശിച്ചത് എവിടെയാണ്? അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാം, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ. അപ്പൊ ഇത് അണ്ടർലൈൻ ചെയ്തിടാം. ഔട്ട്സോഴ്സ്ഡ്. ഔട്ട്സോഴ്സ് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് നമുക്ക് വരുന്ന ആ സൗകര്യങ്ങൾ, പുറത്തുനിന്ന് ഉള്ള പേഷ്യൻസിന് വരുന്ന ഔട്ട് പേഷ്യന്റ് നമ്മൾ പറയില്ലേ. അപ്പൊ അവിടെ നിന്നുള്ള ആ ഒരു സോഴ്സ്, പുറത്തുനിന്ന് വരുന്ന സൗകര്യങ്ങൾ. നമുക്ക് എത്ര പേഷ്യൻസ് പുറത്തുനിന്ന് വന്നാലും ഇവിടെ അതിനുള്ള ആ ഒരു കാര്യങ്ങൾ. അതാണ് ഇപ്പൊ നോൺ ഇപ്പൊ ഇതില് നിങ്ങൾ മിഡ് സൈസിഡില് ലോണ്ടറി എല്ലാം അതിൽ പറയാത്തതാണ്. സ്മോൾ ഹോസ്പിറ്റലിൽ പറയാത്തതാണ് ഈ ലോണ്ടറിയും ഹൗസ് കീപ്പിംഗും ഒക്കെ. അപ്പൊ ഫുഡ് സർവീസ് ഇവിടെ ഉണ്ടാവും, ക്യാൻറ്റീൻ ഉണ്ടാവും. സ്മോൾ ഹോസ്പിറ്റലിൽ ഫുഡ് സർവീസ് എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് സർവീസ് ചെയ്യുന്നത് ക്യാൻറ്റീൻ ആണ്. അത് സ്മോൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഇവിടെ അണ്ടർലൈൻ ചെയ്തിടാം. ഇവിടെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ സർവീസ് എന്തൊക്കെയാണെന്ന്, എന്തിന്റെയൊക്കെ സർവീസ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്തിടാം. ഫുഡ് സർവീസ് ഉണ്ടാവും, ലോണ്ടറി ഉണ്ടാവും, പിന്നെ ഹൗസ് കീപ്പിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ സാധാരണ ഔട്ട്സോഴ്സും നമുക്ക് പുറത്തുനിന്നുള്ള സംവിധാനങ്ങൾ. ഒരുപാട് പേഷ്യൻസ് അവിടുന്ന് പുറത്തുനിന്ന് വന്നാലും അവരുടെയൊക്കെ സാധാരണ ലെവലിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് അവർക്കുള്ള വേണ്ട കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവും? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങൾ ലാസ്റ്റത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെന്താ ഈ പോയിന്റിൽ? അപ്പൊ ഇതില് മിഡ് സൈസിൽ എന്താ പറയണേ? 30 മുതൽ 100 ബെഡ് വരെ. അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അവിടെ ആയിട്ട് പിന്നെ മെയിൻ ആയിട്ട് അവിടെ പറയണത് ബെറ്റർ ട്രീറ്റ്മെന്റ് കോംപ്ലക്സ് സ്മോൾ ഹോസ്പിറ്റലിൽ നല്ല ബെറ്റർ ആയ എക്യുപ്ഡ് പ്രൊവൈഡ് കോംപ്ലക്സ് സർവീസ് ആണ്. അവരുടെ ട്രീറ്റ്മെന്റ് കുറവാണെങ്കിലും കുഴപ്പമില്ല, നല്ല രീതിയിൽ ബെറ്റർ ആയ നല്ല ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടെ ഇങ്ങനെ സങ്കീർണമായ നമുക്ക് നല്ല സേവനങ്ങൾ നൽകാൻ കഴിവുള്ള ഒരു ഹോസ്പിറ്റലാണ്. പിന്നെ കൂടുതൽ സൗകര്യം ഉണ്ട്. പിന്നെ വലിയ ഹോസ്പിറ്റലിനെ പോലെ അത്ര നല്ല എളുപ്പത്തിലല്ലെങ്കിലും അത്യാവശ്യത്തിനുള്ള ഒരു സംവിധാനമൊക്കെ ഈ മിഡ് സൈസിലുണ്ട്. പിന്നെ പൊതുവെ അവിടെ എങ്ങനെയാണ്? എമർജൻസി കെയർ, തീവ്ര പരിചരണം, അതിനൊക്കെ നമുക്ക് ഒരു ഇത് കിട്ടും. വിൽ ഹാവ് ക്ലിനിക്കൽ സപ്പോർട്ട്. നമുക്കൊരു ക്ലിനിക്കലിന്റെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു സപ്പോർട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഈ മിഡ് സൈസിൽ കിട്ടും. എമർജൻസി കെയറിനും ഇന്റൻസീവ് കെയറിനും എന്ത് കിട്ടും? ക്ലിനിക്കൽ സപ്പോർട്ട് കിട്ടും. പിന്നെ ഡയഗ്നോസ്റ്റിക്സ് ഇൻ ഹൗസ് സർവീസ്, അങ്ങനെയുള്ള നമുക്ക് ഡയഗ്നോസ്റ്റിക് രോഗങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പൊ എന്തെങ്കിലും അസുഖമാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഒന്നും ഉണ്ടാവില്ല. ചെറിയ ഹോസ്പിറ്റൽ, ഇപ്പൊ ഈ സ്മോൾ ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. നമ്മൾ എന്താന്ന് കണ്ടുപിടിച്ച് നമ്മളോട് ഡോക്ടർ പറയും, സംശയം ഉണ്ടെന്ന് തോന്നണേ നിങ്ങൾക്ക് ഇന്ന ഹോസ്പിറ്റലിലോട്ട് റെഫർ ഇത് തരാം, നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നമ്മളോട് പറയും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ പറയണത് എന്തുകൊണ്ടാ? ആ ഹോസ്പിറ്റൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ മിഡ് സൈസ് ഹോസ്പിറ്റൽ അങ്ങനെയല്ല. എന്തെങ്കിലും ഇൻഹൗസ് പോലെ ഇൻഹൗസിലുള്ള സേവനം പോലെ
അവിടെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡൗട്ട് ഇത് ഈ ടെസ്റ്റ് ചെയ്യണോ. അപ്പൊ അത്യാവശ്യം വേണ്ട ഒരു പേഷ്യന്റിന്റെ ടെസ്റ്റ് ചെയ്ത് അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലിനിക്കൽ പിന്തുണ നമുക്ക് ഈ മിഡ് സൈസ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്. പിന്നെ നോൺ ക്ലിനിക്കൽ സർവീസിൽ അവിടെ എന്തൊക്കെയുണ്ട്? ക്ലിനിക്കൽ അല്ലേ, ആ ഹോസ്പിറ്റൽ പരമായിട്ടുള്ളത് ക്യാൻറ്റീൻ ഉണ്ടാവും, ഫുഡ് സർവീസ് പോലത്തെ, പിന്നെ ലോണ്ടറി നമുക്ക് അടക്കാനുള്ള എല്ലാ സംവിധാനം, പിന്നെ ഹൗസ് കീപ്പിംഗ് പോലത്തെ. അവിടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും മിഡ് സൈസ് ഹോസ്പിറ്റൽ ഉണ്ടാവും. അപ്പൊ അവിടെ അത്രയും കാര്യങ്ങൾ ഓർക്കാം, അത്രയും കാര്യങ്ങൾ പറയാം. അതിൽ വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? മിഡ് സൈസ് ഹോസ്പിറ്റൽ ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ലാർജ് ഹോസ്പിറ്റൽ. ഈ പറഞ്ഞ പോയിന്റുകളുടെ അപ്പുറത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വരില്ല. അപ്പൊ നിങ്ങൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാര്യങ്ങൾ എന്താന്ന് മനസ്സിലാക്കാം, പിന്നെ ഈ പറഞ്ഞ പോയിന്റൊക്കെ അണ്ടർലൈൻ ചെയ്തിടാം. ലാർജ് ഹോസ്പിറ്റൽ അതെല്ലാവർക്കും മനസ്സിലാക്കാം. ലാർജ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ, അതെവിടെ ഉണ്ടാവാന്നുള്ള കാര്യങ്ങളും ഓർക്കാം. എന്താ ലാർജ് ഹോസ്പിറ്റൽ? ഹോസ്പിറ്റൽസ് വിത്ത് മോർ ദാൻ 100 ബെഡ്സ് ആർ റെക്കഗ്നൈസ്ഡ് ലാർജ്. 100 ബെഡ് കൂടുതലുള്ളത്, 100 ബെഡിൽ താഴെ ഉള്ളത് നമ്മൾ കണക്ക് മറക്കരുത്. 30, പിന്നെ 100 to 100, പിന്നെ 100 ബെഡ് മോർ ദാൻ. അപ്പൊ മോർ ദാൻ 100 ബെഡിൽ കൂടുതലുള്ളതാണ് ലാർജ് ഹോസ്പിറ്റൽ. അതാണ് 100 കിടക്കകളിൽ കൂടുതലുള്ള ഹോസ്പിറ്റൽ നമ്മൾ പറയും ലാർജ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ വിത്ത് മോർ ദാൻ 100 ബെഡ്സ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് ലാർജ് ഹോസ്പിറ്റൽ. വെരി ഓപ്പൺ ദീസ് ഹോസ്പിറ്റൽസ് ഓഫർ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി. അണ്ടർലൈൻ ചെയ്തിടാം, മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി. എങ്ങനെ? മിക്കപ്പോഴും ഈ ഹോസ്പിറ്റലില് ഒന്നിലധികം സ്പെഷ്യാലിറ്റികളും സൂപ്പർ സ്പെഷ്യാലിറ്റികളും ഉണ്ട്, അതിന്റെ സേവനങ്ങളും ഉണ്ട്. അണ്ടർലൈൻ ചെയ്തിടാം. വെരി ഓഫൺ, ഇവിടെ മിക്കപ്പോഴും എന്തുണ്ട്? മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി കൂടുതലും, പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ് സേവനവും എവിടെയുണ്ട്? ഈ ലാർജ് ഹോസ്പിറ്റലിൽ ഉണ്ട്. ലാർജ് ഹോസ്പിറ്റൽസ് ഹാവ് പ്ലെന്റിഫുൾ റിസോഴ്സസ് ടു ഹാൻഡിൽ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ആൻഡ് കോംപ്ലക്സ് ഹെൽത്ത് ഇഷ്യൂസ്. എന്താ? വലിയ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൂടുതൽ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ കൂടുതലായ വിഭവങ്ങൾ, ഏത് പേഷ്യന്റ് അവിടെ വന്നാലും ആ പേഷ്യൻസിനൊക്കെ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട്? നമ്മുടെ ലാർജ് ഹോസ്പിറ്റലുണ്ട്. ഇനി അവിടെ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതാ പറഞ്ഞത്. സ്മോൾ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് തന്നെ ഒരു സ്റ്റാർട്ടിങ് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അവിടുന്ന് ഒരു അത്യാവശ്യം ലെവലിൽ നമ്മൾ മിഡ് സൈസ് ഹോസ്പിറ്റലിൽ വന്നു. മിഡ് സൈസ് ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഇനി വലിയ ടെസ്റ്റ് ഒക്കെ ചെയ്ത് വലിയ ട്രീറ്റ്മെന്റിനൊക്കെ നല്ല സ്പെഷ്യലൈസ്ഡ് ആയ ഹോസ്പിറ്റലാണ് ലാർജ് ഹോസ്പിറ്റൽ. അവിടെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ലാർജ് ഹോസ്പിറ്റൽ ഹാവ് പ്ലെന്റിഫുൾ റിസോഴ്സസ് ആൻഡ് ലാർജ് നമ്പർ. അവിടെ എത്ര പേഷ്യന്റ് വന്നാലും എത്ര എണ്ണം പേഷ്യന്റ് വന്നാലും ആ ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ധാരാളം എന്തുണ്ട്? കോംപ്ലക്സ് ഹെൽത്ത് ഇഷ്യൂസ് അവിടെ ധാരാളം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ട്. അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. Okay, they typically have completely developed ICU, operation theatre complex, emergency care units, all other clinical support units such as laboratory and radiology. എന്ന് പറയുന്നത് അവിടെ 2 പ്രാവശ്യം ലാബറട്ടറിന്ന് ആവർത്തിച്ചിട്ടുണ്ടെന്നുള്ളൂ, ഒരെണ്ണം വെട്ടിക്കളയാം. അപ്പൊ എന്താ പറഞ്ഞേ? ഇങ്ങനത്തെ ഉള്ള ഹോസ്പിറ്റലില് വലിയ ICU ആയിരിക്കും ഡെവലപ്പ് ചെയ്യാൻ, വലിയൊരു ICU, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, എത്ര ഓപ്പറേഷൻ വേണമെങ്കിലും, ഒരു 100 കൂടുതലുള്ള പേഷ്യന്റ്, 100 എത്ര വേണമെങ്കിലും ബെഡ് ഉണ്ട്. 1000 ബെഡ് ആണെങ്കിലും ഈ ലാർജ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും അല്ലെ? അപ്പൊ അതിൽ കൂടുതലുള്ള ബെഡ് ഒക്കെ ആവും, അതിനനുസരിച്ചുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കും. അപ്പൊ ഭയങ്കര ഓപ്പറേഷൻ ആയിട്ട് സർജിക്കലിന് വേറെ ഉണ്ടാവും, ഓർത്തോന് വേറെ ഉണ്ടാവും. അങ്ങനെ ഒരുമിച്ച് ഒരേ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്റർ സെപ്പറേറ്റ് വലിയ ഹോസ്പിറ്റൽ ഉണ്ടാവും. അവിടുത്തെ ICU വലുതായിരിക്കും. എമർജൻസി കെയർ യൂണിറ്റ്സ്, നമ്മുടെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത്, അതിലും എത്ര പേഷ്യന്റ് വന്നാലും ആ കാഷ്വാലിറ്റി ഉൾക്കൊള്ളും. പിന്നെ ഓൾ അതർ ക്ലിനിക് സപ്പോർട്ട്, ഇതിനെല്ലാത്തിനും കൂടി അവരെ ഹോസ്പിറ്റലിൽ സപ്പോർട്ട് ചെയ്യും. അവർക്ക് വേണ്ടിയുള്ള ആ ഒരു സപ്പോർട്ട് എവിടെ കിട്ടും? ICU ഫുൾ മീനിങ് ലാസ്റ്റ് പറഞ്ഞു തരാം. ICU ഓക്കെ, ICU എന്ന് വെച്ചാൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നമ്മൾ ICU ഒരു പേഷ്യന്റിന് ഇപ്പൊ തന്നെ പറയാൻ, ICU എന്ന് വെച്ചാൽ എന്താ? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതിനാണ് നമ്മുടെ ICU എന്ന് പറയുന്നത്. നമ്മളൊരു പേഷ്യന്റിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഓക്സിജൻ ലെവലൊക്കെ കുറഞ്ഞ് അങ്ങനെയുള്ള പേഷ്യന്റ് നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ലെവലിൽ ICUവിൽ നിർത്തും. അല്ലാത്ത പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യും? അതിലും തന്നെ ICU തന്നെ വെന്റിലേറ്റർ ICU ഉണ്ട്. ഓക്കെ, അതാണ് സീരിയസ് ആയിട്ട് പേഷ്യന്റിനെ നിർത്തുന്നത്. സാധാരണ പേഷ്യന്റിനെ ഈ സാധാരണ ICUവിലാണ് നിർത്തുള്ളൂ, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ. അവിടെ എപ്പോഴും സിസ്റ്റർമാര് നഴ്സുമാരൊക്കെ അവിടെ എപ്പോഴും കൂടി ഉണ്ടാവും.
ഒരു മിനിറ്റ് പോലും അവർ മാറി നിൽക്കില്ല. ഇവർ അപ്പ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവിടെ സിസ്റ്റർമാരൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് അവിടെ വലിയതായിരിക്കും. ഇപ്പൊ ഒരു 25, ഒരു 50, 100 കൂടുതലുള്ള പേഷ്യന്റ് ബെഡ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ICU പേഷ്യന്റിനെ കിടത്താൻ പറ്റും. പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ എന്ത് ഓപ്പറേഷൻ ആയാലും ഒരു 10 ഓപ്പറേഷൻ ഒരുമിച്ച് വന്നാലും അത് കൈകാര്യം ചെയ്യാനുള്ള ഡോക്ടേഴ്സ് അവിടെയുണ്ട്, അതിനുള്ള ഫെസിലിറ്റി അവിടെയുണ്ട്. പിന്നെ എമർജൻസി കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ്വാലിറ്റി, അത്രയും വലിയ എമർജൻസി, എത്ര എമർജൻസി കെയർ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കണമെങ്കിലും എത്ര കാര്യങ്ങളുണ്ടെങ്കിലും തീവ്രപരിചരണ അതിന് വന്നാലും നമുക്ക് അതിനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാ ക്ലിനിക്കൽ സപ്പോർട്ട്, നമുക്ക് ലാബ് ടെസ്റ്റ്, സ്പെഷ്യലൈസ്ഡ് കെയർ മോണിറ്ററിംഗ് പേഷ്യന്റ് എന്ന് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് കെയർ എന്താ, സ്പെഷ്യലായിട്ട് നമ്മുടെ പേഷ്യൻസിന് ഇപ്പൊ ക്യാൻസർ ഒക്കെ പറയുമ്പോൾ എല്ലാ ഹോസ്പിറ്റലും ഇല്ല. അപ്പൊ അതിനൊരു സ്പെഷ്യലൈസ്ഡ് കെയർ, അതിന് മാത്രമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഏരിയ ഉണ്ടാവും. മോണിറ്ററിംഗ് എന്ന് പറയുന്നത് എന്താ, നിരീക്ഷിക്കുന്നത്. നമ്മള് ക്യാൻസറിന്റെ ഒക്കെ പേഷ്യന്റിന് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സെപ്പറേറ്റ് അതിന് മാത്രമുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മൾ പറയാം. ആ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഓങ്കോളജി ഡോക്ടർ ഉണ്ടാവും. അപ്പൊ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കാനായിട്ട്. പിന്നെന്താ, ക്യാൻസർ പോലെയുള്ള പിന്നെ വേറെ അങ്ങനത്തെ ഉള്ള മാരകമായ അസുഖങ്ങൾക്ക്, സീരിയസ് ആയ കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലും അതിനെ നിരീക്ഷിക്കാനായിട്ട്, മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ നിരീക്ഷിക്കുക, അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആ ക്ലിനിക്കൽ സപ്പോർട്ട് കിട്ടും. പിന്നെ ലാബറട്ടറി, റേഡിയോളജി, വലിയ റേഡിയോളജി സ്കാനിങ്. ഇപ്പൊ MRI ഒക്കെ എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവില്ല. MRI സ്കാൻ എടുക്കണമെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ പോകണം. നമ്മൾ ചില ഹോസ്പിറ്റലിൽ പറയുമ്പോൾ അവർ നമ്മളോട് അറിയും MRI എടുത്തിട്ട് വരാൻ പറയും. അപ്പൊ MRIക്ക് വേണ്ടി നമ്മള് വേറെ ഹോസ്പിറ്റലിൽ പോയി അവിടെ MRI ചെയ്യണത് അല്ലെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നമ്മൾ നോക്കാം. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ, അതാണ് ലാർജ് ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞത്. ഇനി ലെവൽ ഓഫ് കെയർ, അടുത്തത് ലെവൽ ഓഫ് കെയർ, അതെന്താ നോക്കാം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞില്ലേ, ഇനി കുഴപ്പമില്ലല്ലോ. ലാർജ് ഹോസ്പിറ്റല് കുഴപ്പമില്ലല്ലോ, ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ലെവൽ ഓഫ് കെയർ നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റലിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തതിന്റെ ഓരോ തരത്തിൽ സൈസ് ആയിട്ടൊക്കെ തിരിച്ചു. അപ്പൊ സൈസിൽ 3 തരം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ലെവൽ ഓഫ് കെയർ ആണ്. ലെവൽ ഓഫ് കെയർ എന്താ, ലെവൽ ഓഫ് കെയർ കഴിഞ്ഞിട്ടില്ല, അതിന്റെ കുറച്ചും കൂടി ഉണ്ടല്ല അല്ലേ, നമ്മുടെ ഇതിന്റെ കുറച്ചും കൂടി ഉണ്ട് ഇല്ലേ. ഇത് കഴിഞ്ഞല്ല, എല്ലാം കഴിഞ്ഞു. എമർജൻസി യൂണിറ്റ്സ്, ഓൾ ക്ലിനിക് സപ്പോർട്ട്, ലാബറട്ടറി ഒക്കെ കഴിഞ്ഞില്ലേ. ഓക്കെ, ഇനി നമ്മൾ പറയണത് ലെവൽ ഓഫ് കെയർ ആണ്. അനദർ ബേസിസ് ഓഫ് ക്ലാസിഫൈയിങ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ ഒന്നും കൂടി പറയാം, ലാസ്റ്റ് പറയാം കേട്ടാ. ഓക്കെ, ഒന്ന് പറഞ്ഞു തരാം. ഇനി ലെവൽ ഓഫ് കെയർ, അനദർ ബേസിസ് ഓഫ് ക്ലാസിഫൈയിങ് ഹോസ്പിറ്റൽ സീസ് ഓക്കെ level of care which are basically 3 primary care, secondary care, tertiary care. Level of care എന്ന് പറയുന്നത് നമ്മൾ പരിചരണത്തിന്, നമ്മൾ എങ്ങനെയാണ് പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യണത്, എങ്ങനെയാണ് പേഷ്യന്റിനെ കെയർ ചെയ്യണത്, പരിചരിക്കുന്നത്, അതിനെ കുറിച്ചുള്ള ലെവലിലാണ് പറയുന്നത്. ഒരേ ലെവലിലുണ്ട്. അതിലാണ് പേഷ്യന്റിനെ തരംതിരിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാനം ആ പരിചരണത്തിന്റെ. അനദർ ബേസിസ് ഓഫ് ക്ലാസിഫൈയിങ് ഹോസ്പിറ്റൽ, പേഷ്യന്റിനെ Another basis of classifying hospital is level of care. പേഷ്യന്റിനെ നമ്മൾ കെയർ ചെയ്യണില്ലേ, ട്രീറ്റ്മെന്റ് ചെയ്യണത്, ആ ട്രീറ്റ്മെന്റ് ചെയ്യണതിന്റെ കെയറിനെ നമ്മൾ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. വിച്ച് ആർ ബേസിക്കലി സാധാരണ ലെവലില് 3 ആയിട്ട്. എത്രയായിട്ട്? 3 ആയിട്ട്. അതിൽ ഫസ്റ്റ് വൺ പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർട്ടറി കെയർ. ഇങ്ങനെ 3 ആയിട്ട് നമ്മൾ പേഷ്യന്റിന്റെ കെയറിനെ, കെയർ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിനെ നമ്മൾ അങ്ങനെ തിരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഫസ്റ്റ് വൺ പ്രൈമറി കെയർ. പ്രൈമറി കെയർ എന്ന് വെച്ചാൽ എന്താ? ദ ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ കെയർ സച്ച് ആസ് ഔട്ട് പേഷ്യന്റ്, കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, മെഡിസിൻ ഫോർ സിമ്പിൾ അലൈൻമെന്റ് ഫോർ സീസണൽ ഇൻഫെക്ഷൻ. എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ, നോർമൽ ഡെലിവറീസ് എക്സെട്ര. ഒരു സെന്റൻസ് തീരണത് എന്തോരം പോയിന്റ് കഴിഞ്ഞിട്ടാ അല്ലെ? അത്രയും കാര്യങ്ങൾ ഒരു സെന്റൻസ് ഇപ്പൊ തീരും വിചാരിച്ചിട്ട് അതിന്റെ സെന്റൻസ് തീരണില്ല വായിച്ചിട്ട്. അപ്പൊ ദ ഹോസ്പിറ്റൽ
ദാറ്റ് പ്രൊവൈഡ് ആ ഹോസ്പിറ്റൽ എന്ത് കൊടുക്കണമെന്ന് പറയണേ, ബേസിക് ആയ സാധാരണ അടിസ്ഥാന ലെവലിലുള്ള മെഡിക്കൽ കെയർ നമുക്ക് പേഷ്യന്റിന് കൊടുക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് സച്ച് ആസ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് എന്താ, പുറത്തുനിന്ന് വരുന്ന പേഷ്യന്റ്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ പുറത്തുനിന്ന് ഒരു പേഷ്യന്റ് നമ്മുടെ ട്രീറ്റ്മെന്റിനായിട്ട് വന്ന ആ പേഷ്യന്റിന് ആദ്യം തന്നെ ഒറ്റയടിക്ക് പിടിച്ച് ആ പേഷ്യന്റിനെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം, ഐസിയു കൊണ്ടുപോയി കിടത്തോ? ഇല്ല. നമ്മൾ ആദ്യം ആ പേഷ്യന്റിനെ ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് മെഡിക്കൽ എങ്ങനെ കൊടുക്കാം ട്രീറ്റ്മെന്റ്. ആദ്യം പേഷ്യന്റ് വന്നു, പേഷ്യന്റിന്റെ വെയിറ്റ് നോക്കും, ഇല്ലേ? വെയിറ്റ് നോക്കും, TPR ആദ്യം നോക്കും, ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, പിന്നെ വെയിറ്റ് നോക്കും, പിന്നെ BP നോക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് നോക്കിയിട്ട് ആ പേഷ്യന്റിനെ നമ്മൾ ഡോക്ടറെ അടുത്ത് ഇരുത്തുള്ളൂ. ചിലപ്പോൾ ഇതൊക്കെ ഡോക്ടർമാർ നോക്കും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോ തന്നെ നഴ്സുമാർ നോക്കും, അല്ലെ? അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ബേസിക് ആയ ഒരു ട്രീറ്റ്മെന്റ്, അതാണ് പ്രൈമറി കെയർ എന്ന് പറയുന്നത്. പ്രൈമറി കെയർ. അപ്പൊ ഇത് അണ്ടർലൈൻ ചെയ്യാം. പ്രൈമറി കെയർ എന്ന് പറയുന്നത് പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ കെയർ. അണ്ടർലൈൻ ചെയ്തിടാം. എന്താണ് പ്രൈമറി കെയർ ഇവിടെ കൊടുക്കണേ? ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആണ്. അത് ഔട്ട് പേഷ്യന്റിന്റെ കൺസൾട്ടേഷൻ പെടും, പുറത്തുനിന്നുള്ള പേഷ്യന്റിന്റെ കൺസൾട്ടേഷൻ പെടും, പിന്നെ വാക്സിനേഷൻ പെടും. നമ്മൾ പലതരത്തിലുള്ള വാക്സിനേഷൻ ഉണ്ടാവും, ആ വാക്സിനേഷൻ പെടും. പിന്നെ മെഡിസിൻ, അവിടെ പലതരത്തിലുള്ള മരുന്നുകൾ ഫോർ സിമ്പിൾ അലൈൻമെന്റ് ഫോർ സീസണൽ ഇൻഫെക്ഷൻ. എന്ന് വെച്ചാൽ എന്താ സിമ്പിൾ അലൈൻമെന്റ് എന്ന് വെച്ചാൽ സാധാരണയായിട്ടുള്ള രോഗത്തിന്, ലളിതമായ രോഗത്തിന്, സാധാരണ ഒരു ചുമ, ജലദോഷം, അങ്ങനെ എന്തെങ്കിലും സാധാരണ നമുക്ക് പൊതുവെ കാണുന്ന ഒരു അസുഖം. ഓക്കെ. അങ്ങനെ സാധാരണ പോലത്തെ ആ അസുഖത്തിനൊക്കെ എന്ത് കൊടുക്കും? അങ്ങനെ തന്നെ വാക്സിനേഷൻ കൊടുക്കും, മെഡിസിൻ കൊടുക്കും. സാധാരണ ലെവലിൽ വരുന്ന ആ സീസണൽ ഇൻഫെക്ഷൻ ആ ഒരു സീസണിലെ വരുള്ളൂ. മഴ പിടിക്കുന്ന സമയത്ത് എല്ലാവർക്കും പനിയായിരിക്കും, അല്ലേ? അപ്പൊ ആ സീസണിന്റെ സമയത്ത് ആ സീസണിൽ എന്തൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവും, ആ ഒരു സമയത്ത് വരുന്നതിനുള്ള സാധാരണ ലെവലിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ കൊടുക്കും, പ്രൈമറി കെയറിൽ കൊടുക്കും. പിന്നെ നോർമൽ ഡെലിവറി, സാധാരണ ലെവലിൽ പ്രസവിക്കാന്നുള്ളത്, അങ്ങനെ ഇപ്പൊ ഓപ്പറേഷൻ ഒന്നും അവർക്ക് വേണ്ട, ഇവർക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ ഒക്കെ ഉള്ള സാധാരണ നോർമൽ ഡെലിവറി ഒക്കെ ഇവിടെ വരും, ഈ പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ വരും, അല്ലെ? അപ്പൊ അതൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ വരുന്ന കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പ്രൈമറി കെയർ എന്ന് വെച്ചാൽ എന്താ, ബേസിക് ആയിട്ടുള്ള ഇത്, അത് അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് അവിടെ വരുന്ന ഈ കാര്യങ്ങൾ എന്തൊക്കെ അവിടെ വരും? നോർമൽ ഡെലിവറി വരും, സീസണൽ ഇൻഫെക്ഷൻ വരും, അതുപോലെ തന്നെ വാക്സിനേഷൻ, ഔട്ട് പേഷ്യന്റിന്റെ കൺസൾട്ടേഷൻ, പിന്നെ സാധാരണ ലെവലിലുള്ള മെഡിസിൻ ഫോർ സിമ്പിൾ അലൈൻമെന്റ്, സാധാരണ ലെവലിലുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് പ്രൈമറി കെയറിലാണ്. ഈ പറഞ്ഞ പോയിന്റിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഒരെണ്ണൊക്കെ ചോദിക്കും, ഇത് വരുന്നത് പ്രൈമറി കെയർ ആണോ, സെക്കൻഡറി കെയർ ആണോ, ടെർട്ടറി കെയർ ആണോ എന്ന് ചോദിക്കും. ആ നേരത്തെ കൺഫ്യൂഷൻ അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കാം, സാധാരണ ലെവലിലൊക്കെ വരുന്നത് പ്രൈമറി കെയർ ആണ്. ഓക്കെ. പിന്നെന്താ പറഞ്ഞേ? ഇത് നോർമൽ ഡെലിവറി ആർക്കോണ്ട് പ്രൈമറി ഇതൊക്കെ. പിന്നെ ഇൻ ഗവൺമെന്റ് സിസ്റ്റം പ്രൈമറി ഹെൽത്ത് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഫുൾ ഫോം ആണ് PHC, ആർ ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ് പ്രൈമറി കെയർ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനത്തെ ഉള്ള അടിയന്തര സാധാരണ പ്രസവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നു. പിന്നെ ഹോസ്പിറ്റലില് അലൈൻമെന്റിന്റെ അങ്ങനെ മീനിങ് എന്താ? അലൈൻമെന്റ് എന്ന് വെച്ചാൽ സാധാരണ ലെവലിൽ തന്നെ ആ ഒരു ഡിസീസ്, സാധാരണ നമുക്ക് ഈ ചുമ തുമ്മലൊക്കെ വരൂലേ, അങ്ങനെ പറയണതാണ് സാധാരണ ലെവലിൽ വരുന്നത്. വേറെ മീനിങ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ആരെങ്കിലും ഒന്ന് അലൈൻമെന്റിന്റെ ഇത് കമന്റ് ചെയ്തേ. എന്താണ് അലൈൻമെന്റിന് ശരിക്കും ഇതിൽ പറയണത്? നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് അലൈൻമെന്റ് എന്ന് പറയണത്. ഇവിടെ അലൈൻമെന്റ് എന്ന് പറയുന്നത് സാധാരണ ലെവലിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളത്, ഇവിടെ ഓവർ സീസണൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞില്ലേ, അതിനെ നമുക്ക് അലൈൻമെന്റ്. ഓക്കെ. അപ്പൊ അതില് സീസണുള്ള ഓരോ സീസൺ അനുസരിച്ച് നമുക്ക് ഓരോ അസുഖങ്ങൾ മാറി മാറി വരും. ഇപ്പൊ മഴക്കാലം വരുമ്പോൾ എല്ലാവർക്കും കോൾഡും അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങൾ, അവർക്ക് വലിയ അസുഖമൊന്നുമല്ല, ചുമ തുമ്മലൊക്കെ സാധാരണ എല്ലാവർക്കും വരില്ലേ, അങ്ങനെ വരുന്ന ഒരു അസുഖമാണ് നോർമൽ ഡിസീസ്. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് അത് വരുന്നത് പ്രൈമറി കെയറിൽ. പിന്നെ നെക്സ്റ്റ് പറയണത് എന്താ? PHCയില് ഹോസ്പിറ്റൽ പ്രൊവൈഡ് പ്രൈമറി കെയർ. പ്രൈമറി കെയർ ഹോസ്പിറ്റൽ ആർ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. എന്താ പറഞ്ഞേ? പ്രൈമറി കെയർ ഹോസ്പിറ്റലില് പരിമിതമായ ഇത് ഉണ്ടെന്ന്. എന്നുവെച്ചാൽ അവിടെ പരിമിതമാണ്. പ്രൈമറി എന്ന് വെച്ചാൽ എല്ലാം നമുക്ക്
അത്യാവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഓർഗനൈസേഷൻ ആണ്. ലിമിറ്റഡ് റിസോഴ്സ് ഉണ്ട്, ഓരോന്നിനും ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ കൂടുതലായിട്ട് ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ സെക്കൻഡറി കെയർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. അതാ പറയണത് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ ആർ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് എലിമെന്റ്. ഓക്കെ, അപ്പൊ എല്ലാവരും അണ്ടർലൈൻ ചെയ്തിട്ടോ. പ്രൈമറി ലാസ്റ്റ് പോയിന്റ്, പ്രൈമറി ഹോസ്പിറ്റലിൽ എന്തുണ്ട്? അവിടെ എന്താണ്? സിമ്പിൾ ആണ്, സിമ്പിൾ ഓർഗനൈസേഷൻ ആണ്. അതുപോലെ തന്നെ ലിമിറ്റഡ് റിസോഴ്സ് ആണ്. ഒരു ലാസ്റ്റിനും എന്തുണ്ട്? ഒരു പരിധി ഉണ്ട് അല്ലെ? അപ്പൊ പ്രൈമറി കെയർ ഹോസ്പിറ്റലില് പരിമിതമായ വിഭവങ്ങളുണ്ട്. പിന്നെ ലളിതമായ ഓർഗനൈസേഷൻ ആണ്. അതാ സിമ്പിൾ ഓർഗനൈസേഷൻ. ലളിതമായ ഓർഗനൈസേഷനും പരിമിതമായ വിഭവങ്ങളും റിസോഴ്സ് ആണ്, ലിമിറ്റഡ് റിസോഴ്സ് ആണ്. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തിടാ. സിമ്പിൾ ഓർഗനൈസേഷൻ ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്. ഓക്കെ, അതാണ് പ്രൈമറി കെയർ. നെക്സ്റ്റ് സെക്കൻഡറി കെയർ. സെക്കൻഡറി കെയർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ കുറച്ചും കൂടി ട്രീറ്റ്മെന്റ് കൂടുതൽ കൊടുക്കും. There are hospitals that offer medical care which is one level higher than primary care. എന്താ പറഞ്ഞേ? പ്രൈമറി കെയറിനേക്കാൾ അവിടെ സെക്കൻഡറി കെയർ എന്ന് പറയുന്നത് തന്നെ ദ്വിതീയ പരിചരണം അല്ലെ? ദ്വിതീയ പരിചരണമാണ് സെക്കൻഡറി കെയർ. അവിടെ പ്രാഥമിക ശുശ്രൂഷയേക്കാൾ എന്ന് വെച്ചാൽ പ്രൈമറി കെയർ എന്ന് പറഞ്ഞു, അതിനേക്കാൾ ഒരു ഉയർന്ന ട്രീറ്റ്മെന്റ് എവിടെ കിട്ടും? ഈ സെക്കൻഡറി കെയറിൽ കിട്ടും. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തിടാം. പ്രൈമറി ഇവിടെ വിച്ച് ഈസ് വൺ ലെവൽ ഹയർ ദാൻ പ്രൈമറി കെയർ. പ്രൈമറി കെയറിനേക്കാളും പ്രാഥമിക ശുശ്രൂഷ നമ്മൾ പറഞ്ഞു, അതിനേക്കാൾ ഒരു തലത്തിൽ കൂടുതലുള്ള കെയർ നമുക്ക് ഈ സെക്കൻഡറി കെയറിൽ കിട്ടും. Such hospital will offer treatment such as general surgery, non-complex specialty surgery, basic intensive care clinical procedure. പിന്നെന്താ? അതെന്താണ്? കാസ്ട്രം ഡെലിവറി. കാസ്ട്രം ഡെലിവറി എന്ന് വെച്ചാൽ എന്താ? കാസ്ട്രം സിസേറിയൻ ആയിട്ട്, സിസേറിയൻ ആണ് പറഞ്ഞത്, സിസേറിയൻ ഡെലിവറി. ഓക്കെ, അപ്പൊ സിസേറിയൻ ഡെലിവറി എന്ന് പറയുന്നത് സാധാരണ നോർമൽ ഡെലിവറി പ്രൈമറി കെയറിൽ വരും. അപ്പൊ സിസേറിയൻ ആവുമ്പോൾ അതിന് ഒരുപാട് എക്യുപ്മെന്റ് വേണം. പെട്ടെന്ന് ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഫെസിലിറ്റീസ് കുറച്ചും കൂടി കെയർ കൂടുതലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം നമ്മൾ. അതാണ് സെക്കൻഡറി കെയറിൽ. അത് അണ്ടർലൈൻ ചെയ്യേണ്ട. സിസേറിയൻ ഡെലിവറി മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തിട്ടോ സിസേറിയനിലുള്ളത്. സിസേറിയനും നോർമൽ ഡെലിവറി ഇവിടെ പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ സിസേറിയൻ വന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും, നോർമൽ ഡെലിവറി ചോദിക്കും, സിസേറിയനും ചോദിക്കും. അതും രണ്ടും രണ്ട് തരത്തിലാണ് വന്നേക്കണേ. ഏത് കെയറാ കൊടുക്കുക? സെക്കൻഡറി കെയർ. ഓക്കെ, അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള തീവ്രപരിചരണം, പിന്നെ നമ്മൾക്ക് അതിന്റെ ക്ലിനിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയർ, അതിന്റെ നടപടിക്രമങ്ങള്, പിന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ കിട്ടും? പിന്നെന്താ? സ്പെഷ്യൽ ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ, ക്ലിനിക്കൽ പ്രൊസീജിയർ, പിന്നെ സിസേറിയൻ ഡെലിവറി, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ലെവലിലാണ്. പിന്നെ ഗവൺമെന്റ് സിസ്റ്റം. പിന്നെന്താ പറഞ്ഞേ? നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, CHC, മറ്റേത് PHC, ഇവിടെ CHC. അതും ഇമ്പോർട്ടന്റ് ആണ്. PHC പ്രൈമറി ഹെൽത്ത് സെന്റർ, ഫുൾ ഫോം നോക്കാം. CHC community health center. In every divisional and district hospitals are considered as secondary care level hospital. Okay, അതും അടയാളപ്പെടുത്താം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററും ഗവൺമെന്റുകളും പിന്നെ ഡിവിഷണൽ ഓഫ് ഡിസ്ട്രിക്ട് വലിയ ഹോസ്പിറ്റല് അവരെയൊക്കെ ഇതിനെ കൺസിഡർ ചെയ്യണത്, ഇതിനെ പരിഗണിക്കുന്നത് സെക്കൻഡറി കെയർ ലെവൽ ഹോസ്പിറ്റൽ എന്നാണ്. ദ്വിതീയ കെയർ ഹോസ്പിറ്റൽ എന്നാണ് ഇതിന് ഇവര് പരിഗണിക്കുന്നത്. അതും അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? നെക്സ്റ്റ് പോയിന്റ് എന്താ? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ ബെറ്റർ. സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ബെറ്റർ ആണ്. റിസോഴ്സ് ദാൻ പ്രൈമറി ഹോസ്പിറ്റൽ. എന്തിനേക്കാൾ? പ്രൈമറി ഹോസ്പിറ്റലിനേക്കാൾ. അത് നമ്മൾ ഫസ്റ്റ് ഇവിടെ പറഞ്ഞു ഇല്ലേ? പ്രൈമറി കെയറിൽ ട്രീറ്റ്മെന്റ് ബേസിക് ആണ്. അതിനേക്കാൾ ഒന്നുകൂടി ഉയർന്ന തലത്തിലുള്ളതാ സെക്കൻഡറി കെയർ. അത് തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ ബെറ്റർ. സെക്കൻഡറി കെയർ ദ്വിതീയ മേഖലയിലുള്ളത്, ദ്വിതീയ കെയർ ബെറ്റർ ആണ്. പക്ഷെ അത് എന്തിനേക്കാൾ? പ്രൈമറി ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിനേക്കാൾ. ക്യാൻ ഹാൻഡിൽ എ ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസ്. അപ്പൊ അങ്ങനെ അതിനേക്കാൾ മികച്ചതാണ്. പക്ഷെ കൂടാതെ ധാരാളം അവിടെ എന്ത് വരും? ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ട ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസ്. ഏറ്റവും കൂടുതൽ എമർജൻസി കേസ് വരുന്നതും ഈ സെക്കൻഡറി കെയറിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതലുള്ള അത്യാഹിതമായ എമർജൻസി കേസ് വരുന്നത് എവിടെ? സെക്കൻഡറി കെയറിലാണ്. അതും അണ്ടർലൈൻ ചെയ്യാം.
ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസസ്. അണ്ടർലൈൻ ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡിസ്ക്രൈബ്ഡ് ഇൻ ഏർലിയർ സെക്ഷൻ ജനറലി ഓഫർ സെക്കൻഡറി കെയർ. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു മുമ്പത്തെ പ്രൈമറി വിഭാഗത്തിൽ വിവരിച്ചിരുന്നത് ചെറുത് കാര്യങ്ങൾ, ഇടത്തരവുമായ സ്വകാര്യ ഹോസ്പിറ്റൽ. അങ്ങനെ ഇരുന്നിരുന്നതിൽ സാധാരണയായിട്ട് അതിലുള്ള എല്ലാ ട്രീറ്റ്മെന്റിനും കൂടുതൽ കാര്യങ്ങൾ ഏർലിയർ സെക്ഷൻ ജനറലി ഓഫർ കൊടുക്കുന്നത്, അതിന് വാഗ്ദാനം കൊടുക്കുന്നത് ഈ സെക്കൻഡറി കെയർ ആണ്. ഓക്കെ, പ്രൈമറി കെയറിൽ നിന്നും എന്തെങ്കിലും ഒരു കേസ് വന്നു സെക്കൻഡറി ഹോസ്പിറ്റലിൽ, സെക്കൻഡറി കെയറിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെയർ ആയിട്ട് ജനറൽ അതിനൊരു ഓഫർ കൊടുക്കുന്നത്, ഓഫർ എന്ന് വെച്ചാൽ എന്താ, അതിനൊരു ഓഫർ എന്ന് പറയുന്നത് ഒരു വാഗ്ദാനം, അവരൊരു വാഗ്ദാനം കൊടുക്കുന്നത്. ആ വാഗ്ദാനം കൊടുക്കുന്നത് ദ്വിതീയ പരിചരണത്തിനാണ് കൊടുക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞത്. മുമ്പത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി വിഭാഗം. മോസ്റ്റ് ഓഫ് ദ സ്മോൾ ഹോസ്പിറ്റൽ ഡിസ്ക്രൈബ്ഡ് ഇൻ ഏർലിയർ സെക്ഷൻ. മുമ്പത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഏതാ? പ്രൈമറി. ഈ മുമ്പത്തെ വിഭാഗത്തിൽ നിന്ന് നമുക്ക് അവിടെ ചെറുതുമായതും ചെറിയ കെയറാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ അതൊന്നും കൂടി നല്ല കെയർ കൊടുക്കുമ്പോൾ ഒരു ഇത്തിരി വലിയ കെയറും. അപ്പൊ ചെറിയ കെയറും പിന്നെ സ്വകാര്യ ഹോസ്പിറ്റലിൽ സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുന്ന കെയറിനേക്കാളും അത്യാവശ്യമുള്ള ഒരു നല്ല കെയർ കിട്ടുന്നത് എല്ലാ ഹോസ്പിറ്റലും ഏതിലായിരിക്കും? ഈ ദ്വിതീയ കെയറിലായിരിക്കും കൊടുക്കുന്നത്, സെക്കൻഡറി കെയറിലായിരിക്കും കൊടുക്കുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ പേഷ്യന്റ് വരുന്നത്. അതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയ ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ടെർട്ടറി കെയർ നോക്കാം. ഇതെല്ലാം കഴിഞ്ഞ് സമയം തരാട്ട, സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ടെർട്ടറി കെയർ എന്ന് പറയുന്നത് എന്താ? തൃതീയമായ പരിചരണം. ദീസ് ആർ ഹോസ്പിറ്റൽ വിത്ത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ. Generally, they offer super specialty care which is required in the field of cardiac, neuro, nephro, cancer, etc. അതിനൊക്കെ സ്പെഷ്യലൈസ് ചെയ്തത്. ഓക്കെ, ഇതൊന്നും എല്ലാ ഹോസ്പിറ്റലിൽ ഉണ്ടാവണമെന്നില്ല. കാർഡിയാക്കിലൊക്കെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോകണം, നെഞ്ചിന്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ എന്താ പറയണേ? ടെർട്ടറി കെയർ എന്ന് പറയുന്നത് ഉയർന്ന തരത്തിലുള്ള, ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഹോസ്പിറ്റൽ ആർ മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ. അണ്ടർലൈൻ ചെയ്തിടാ. ദീസ് ആർ മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ. അണ്ടർലൈൻ ചെയ്തിടാ. ഉയർന്ന തരത്തിലുള്ള കെയർ ആണ് ടെർട്ടറി കെയർ. ജനറലി പൊതുവായിട്ട് അതിനെന്തിനാ കൊടുക്കണേ? സാധാരണയായിട്ട് അവർ ഈ മേഖലയിൽ കൊടുക്കുന്നത് ആവശ്യമായ സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആണ് കൊടുക്കുന്നത്. അവിടെ അതും അണ്ടർലൈൻ ചെയ്തിടാ. ടെറിട്ടറി കെയറിൽ കൊടുക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ. അണ്ടർലൈൻ ചെയ്യാം. സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആണ് അവിടെ കൊടുക്കുന്നത്. പക്ഷെ അവിടെ കൊടുക്കുന്നത് റിക്വയർഡ്. അവിടെ എന്തിനെല്ലാം ഉണ്ട് റിക്വയർഡ്? കാർഡിയാക്, ഹാർട്ട് അറ്റാക്ക് പോലത്തുള്ള നെഞ്ചിന്റെ കാര്യങ്ങളൊക്കെ കാർഡിയാക്, ന്യൂറോ ഞരമ്പ് സംബന്ധമായ കാര്യങ്ങൾ, നെഫ്രോ എന്താ? നെഫ്രോളജി എന്ന് പറയുന്നത് കിഡ്നി സംബന്ധമായ കാര്യങ്ങൾ, പിന്നെ ക്യാൻസർ സംബന്ധമായ കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കൊടുക്കുന്നത് ടെർട്ടറി കെയറിലാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവലാണ്. ഇങ്ങോട്ടും പറയാം, ടെർട്ടറിയുടെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവലാണ്. പിന്നെ അത് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ. അവിടെ എന്ത് കെയറാ കൊടുക്കണേ? സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ. ഈ 4 കാര്യങ്ങൾ, കാർഡിയാക്, ന്യൂറോ, നെഫ്രോ, ക്യാൻസർ, അങ്ങനത്തെ ഫീൽഡ് അവിടെ മസ്റ്റ് ആണ്. അങ്ങനത്തെ ഫീൽഡ് അവിടെ വേണം. ഈ 4 ഡോക്ടേഴ്സിനും 4 ഡിപ്പാർട്ട്മെന്റ് അവിടെ സെപ്പറേറ്റ് ഇത് വേണം. ടെർട്ടറി കെയർ ഹോസ്പിറ്റൽ will have most advanced equipment and doctors level qualifications and expertise. അത് നമുക്കറിയൂടെ, ഇത്രയും ക്യാൻസർ, ഇത്രയും കാര്യങ്ങളുണ്ട്. ടെർട്ടറി കെയർ എന്ന് പറയുമ്പോൾ അവിടെ വലിയ ഹോസ്പിറ്റലാണ്. അപ്പൊ ആ ഹോസ്പിറ്റല് അതനുസരിച്ചിട്ടുള്ള എന്ത് വേണം? അവിടെ അതനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് വേണം. അവിടെ അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ് വേണം, അല്ലേ? അതിനുള്ള വൈദഗ്ധ്യം തെളിഞ്ഞ ഡോക്ടർമാരായിരിക്കണം ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ തീവ്ര പരിചരണ ഹോസ്പിറ്റലിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിപുലമായ കുറെ ഉപകരണങ്ങളും ഡോക്ടർമാരുടെ യോഗ്യതവും വൈദഗ്ധ്യവും ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, the operation theatre and ICU such hospital will typically be state of art government system. The medical college hospitals are tertiary care level. എന്താ? നമ്മുടെ ഹോസ്പിറ്റൽ തിയേറ്റർ, ഓപ്പറേഷൻ തിയേറ്ററുകളിലും പിന്നെ ICUകളിലും സാധാരണയായിട്ട് കുറെ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, വലിയ ഹോസ്പിറ്റൽ അല്ലേ? ടെർട്ടറി കെയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ടെർട്ടറി കെയർ ആണ്. ഈ ടെർട്ടറി കെയർ കൊടുക്കണ
പരിചരണത്തിൽ അങ്ങനെയുള്ള ഇതില് ഹോസ്പിറ്റലിൽ എന്താ ആ ഐസിയുല് പേഷ്യന്റ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടെറിട്ടറി കെയർ കൊടുക്കണേ. അവിടെ അതിനുള്ള നല്ല സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മുടെ ടെറിട്ടറി കെയർ കൊടുക്കണേ. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ പേഷ്യന്റിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും എവിടെ ഉണ്ടായിരിക്കണം? ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സർക്കാർ സംവിധാനം, മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റല് എന്നിവയെല്ലാം എന്തിന്റെ ടെറിട്ടറി കെയർ ആണ്. അത് ചോദിക്കും. സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് എന്താന്ന് വെച്ചാൽ എന്താ? സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് നമ്മുടെ ഗവൺമെന്റിന്റെ മെഡിക്കൽ കോളേജ് ഇല്ലേ, സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹോസ്പിറ്റല്, ഗവൺമെന്റ് അംഗീകൃതമായിട്ട് മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് ഹോസ്പിറ്റല്, നമ്മുടെ വീടിന്റെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടാവും. അവിടെ നമ്മൾ വിചാരിക്കും കാശൊന്നും വേണ്ട, പക്ഷെ അത് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതാണ് അല്ലെ? അതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്, ഗവൺമെന്റിന്റെ. പിന്നെ മെഡിക്കൽ കോളേജ്, നമ്മുടെ എല്ലാവർക്കും ഒരേ മെഡിക്കൽ കോളേജ് ഉണ്ടാവും ഇല്ലേ? പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് ഉണ്ടാവും. അവിടെ കാശൊന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്. പക്ഷെ അവിടെ നല്ല ഡോക്ടേഴ്സ് ആയിരിക്കും. അവിടുത്തെ ഡോക്ടർമാര് കാശ് കൊടുത്ത് പഠിച്ച ഡോക്ടർമാരാണതാണോ? അല്ല, ഗവൺമെന്റ് ഡോക്ടർമാരാണ്. അവര് ഗവൺമെന്റ് ടെസ്റ്റ് എഴുതി പരീക്ഷ, ഗവൺമെന്റ് കോട്ടയിൽ പഠിച്ച് ഗവൺമെന്റ് ഇതിൽ കിട്ടിയ ഡോക്ടർമാരാണ് അല്ലെ? അപ്പൊ അവർക്ക് പഠിച്ചെഴുതിയ ഡോക്ടർമാരും കാശ് കൊടുത്ത് വന്ന ഡോക്ടർമാരും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ? ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലായാലും എല്ലാത്തിലും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുന്ന ഡോക്ടർമാര് എന്തായിരിക്കും? നല്ല ഡോക്ടർമാരായിരിക്കും, നല്ല എക്സ്പെർട്ടായ ഡോക്ടർമാരായിരിക്കും. അതുള്ളത് ടെറിട്ടറി കെയറിലാണ്. അപ്പൊ ലാസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്തിടാം. ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോ. സ്ലോവില് പറഞ്ഞുതരാൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. പ്രൈമറി കെയർ സിമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താ? പ്രൈമറി കെയർ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു കെയർ, ചെറിയ ട്രീറ്റ്മെന്റ് ആണ്, ബേസിക് ലെവലിലുള്ള ഒരു ട്രീറ്റ്മെന്റ്. അതില് പുറത്തുനിന്ന് തന്നെ കൺസൾട്ടേഷൻ, പേഷ്യന്റ് പുറത്തുനിന്ന് വന്ന അവർക്ക് കൺസൾട്ടേഷൻ, പിന്നെ വാക്സിനേഷനുള്ള കാര്യങ്ങൾ, പിന്നെ മരുന്നിന്റെ കാര്യങ്ങൾ, പിന്നെ സാധാരണ ലെവലിൽ ആ സീസണിൽ ഓരോ സീസണിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഈ പ്രൈമറി കെയറിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ പ്രൈമറി കെയറിൽ പിന്നെന്താ? അവിടെ പ്രൈമറി കെയർ ട്രീറ്റ്മെന്റ് കൊടുക്കും. അതുപോലെ തന്നെ സിമ്പിൾ ഓർഗനൈസേഷൻ ആയിരിക്കും ആൻഡ് ലിമിറ്റഡ് റിസോഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ സിമ്പിൾ ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞില്ല, എന്താ സിമ്പിൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? സാധാരണ ലെവലില് ഉള്ള ഒരു സംഘടന, ഒരു ചെറിയ സംഘടനയിൽ ഒരു ചെറിയ ലിമിറ്റഡ് ഉണ്ട് അവിടുത്തെ പരിധിക്ക്, ചെറിയ സംഘടനയല്ലേ? അപ്പൊ അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അവിടെ കിട്ടുന്നത് പ്രൈമറി കെയറിൽ. പക്ഷെ സെക്കൻഡറി കെയർ എന്ന് പറയുന്നത് ഒരുപാട് കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി വലിയൊരു ട്രീറ്റ്മെന്റ് അവിടെ കിട്ടുന്നത്. അവിടുത്തെ ഹോസ്പിറ്റലിൽ ജനറലി സാധാരണയായിട്ട് എന്താ? സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും, സർജറി ഉണ്ടാവും, ബേസിക് ഇന്റൻസീവ് കെയർ ഉണ്ടാവും, പിന്നെ സിസേറിയൻ ഡെലിവറി. നോർമൽ പ്രസവം വരുന്നത്, നോർമൽ ആയിട്ടുള്ള പ്രസവം പറയുന്നത് പ്രൈമറി കെയറിൽ, സിസേറിയൻ ഒക്കെ വരുന്നത് സെക്കൻഡറി കെയറിൽ, സാധാരണ ലെവലിൽ. അവിടെ ഗവൺമെന്റ് സിസ്റ്റം അനുസരിച്ചിട്ട് പിന്നെന്താ? അവിടുത്തെ ഗവൺമെന്റ് സിസ്റ്റം എന്തായിരിക്കും? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്. നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടില്ലേ? അവിടെയൊക്കെ സെക്കൻഡറി കെയർ ആണ് കൊടുക്കുന്നത്. അതും എന്താ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. എവിടെയൊക്കെയാണ് ഇത് കൊടുക്കണേന്ന് ചോദിക്കും. ഏത് സ്ഥലത്തൊക്കെയാണ് സെക്കൻഡറി കെയർ കൊടുക്കുന്നത്? അണ്ടർലൈൻ ചെയ്യാം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ CHC കൊടുക്കും. പിന്നെ ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊടുക്കും. നമ്മുടെ ഓരോ ജില്ലകളിലും, എറണാകുളം ജില്ലക്ക് ഇപ്പൊ ഒരു ചെറിയ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ ഉണ്ടാവും, അവിടെ കൊടുക്കും. ഡിവിഷണൽ ആയിട്ട് ഒരേ വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടാവും, അവിടെയും എന്തുണ്ടാവും? സെക്കൻഡറി കെയർ കൊടുക്കും. പിന്നെ സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ് ആ പറഞ്ഞത്. പിന്നെ അവിടുത്തെ എന്താ? ബെറ്റർ ആയിരിക്കും. പക്ഷെ എന്തിനേക്കാളും നമ്മൾ ആദ്യം കൊടുത്ത പ്രൈമറി കെയറിനേക്കാളും ബെറ്റർ ട്രീറ്റ്മെന്റ് എവിടെ കിട്ടും? സെക്കൻഡറി കെയറിൽ കിട്ടും. പിന്നെ അവിടെ എന്താ പറഞ്ഞത്? സ്മോൾ ആൻഡ് മിഡ് സൈസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡിസ്കവർ ഏരിയ സെക്ഷൻ ജനറലി ഓഫർ സെക്കൻഡറി കെയർ. നമ്മള് ഇപ്പം 31 നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് ഇനി പറഞ്ഞതില്? ടെറിട്ടറി എന്ന് പറയണത് ഒന്നുകൂടി അതും പറഞ്ഞുതരാം. ടെറിട്ടറി എന്ന് പറയാം ന്യൂറോളജി ബ്രെയിനിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണോ? ന്യൂറോളജി എന്ന് പറയുന്നത് ഞരമ്പ് സംബന്ധമായി, നമ്മുടെ ബ്രെയിൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ന്യൂറോളജി എന്ന് പറയുന്നത് ഞരമ്പിന്റെ സംബന്ധമായി, ബ്രെയിൻ സംബന്ധമായി. ഓക്കെ, നമുക്ക് തലയുടെ ഞരമ്പ് വേദന, ഞരമ്പിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ പറയില്ലേ? അങ്ങനെ പറയുന്നത് ന്യൂറോളജി ഡോക്ടറെ കാണണം. ഞരമ്പ് സംബന്ധമായിട്ടൊക്കെ ന്യൂറോളജി. പിന്നെ കിഡ്നി സംബന്ധമായിട്ട് നെഫ്രോളജി. പിന്നെ ഓങ്കോളജി എന്ന് പറയുന്നത് ക്യാൻസർ. പിന്നെന്താ? ഒഫ്താൽമോളജി കണ്ണ്, ഓർത്തോളജി എല്ല്, അങ്ങനത്തെ കുറെ ഇത്, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കും. ഓക്കെ, ഇനി എല്ലാവരും വായിച്ചിട്ട് വരാം.
ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വായിച്ചിട്ട് വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നല്ല മൈൻഡ് ചെയ്യണ്ട, സമയമായി. എനിക്ക് അടുത്ത ക്ലാസ് ഉണ്ട്. ഓക്കെ.